നല്ല ശുദ്ധമായ ഇഞ്ച കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് പത്തനംതിട്ട അടവിയിൽ. തണ്ണിത്തോട് ആദിവാസി ഉന്നതിയിലെ ഓമനയാണ് ഇഞ്ച തയ്യാറാക്കുന്നത്. നിരവധി ആളുകൾ ഇഞ്ച വാങ്ങാനായി ഇവിടേക്ക് എത്താറുണ്ട്. പ്രകൃതിയിൽ നിന്ന് നേരിട്ടുള്ളതും ശുദ്ധവുമായ ഇഞ്ച കിട്ടുമെന്നതാണ് പ്രത്യേകത. പുലർച്ചെ കാട്ടിൽ നിന്നും ഇഞ്ചയ്ക്ക് വേണ്ടിയുള്ള തടികൾ ഓമനയും മകനും ശേഖരിക്കും. തുടർന്ന് തോളിൽ ചുമന്നുകൊണ്ടുവരും. തടിയിലുള്ള മുള്ളുകൾ കളയുകയാണ് ആദ്യ ദൗത്യം. ചെയ്ത പരിചയവും സൂക്ഷ്മതയും ഇല്ലാതെ ഇവ ചെയ്യാനാവില്ല. 40-50 വർഷമായി തുടരുന്നതാണ് ഓമനയുടെയും മകന്റെയും ഈ ദിനചര്യ. ഇതുതന്നെയാണ് ജീവിതമാർഗവും. ഇക്കാലം അത്രയും തടി മുറിക്കാനും ഇഞ്ചയുടെ നിർമ്മാണത്തിലും മകനാണ് ഓമനയ്ക്ക് കൂട്ട്. ഞാൻ 40 വർഷത്തോളം ആയി. 40 അല്ല, എൻ്റെ കണക്ക് കൂട്ടൽ അത്രയല്ല, എന്നാലും പറയുക. ഞങ്ങളുടെ കൊച്ചിലെ തൊട്ടേ ഇതാ പണി, കാട്ടിലെ പണിയാണ്. പിന്നിപ്പം നാട്ടുകാരുമായിട്ട് ഇതൊക്കെ ആയപ്പോഴും നാട്ടിലെ പണിയുണ്ട്, നാട്ടിലെ പണിക്കൊക്കെ പോകും, എല്ലാ ജോലിക്കുമൊക്കെ പോകും. ഒരു മുഴം ഇഞ്ചയ്ക്ക് 100 രൂപയാണ് വില. പ്രകൃതിയിൽ നിന്നും നേരിട്ടെടുക്കുന്ന ഇഞ്ച ലഭിക്കണമെങ്കിൽ ഇവിടെ തന്നെ എത്തണം. ഇവിടെ സ്ഥിരമായി ഇഞ്ച തല്ലുന്നത് ഓമന മാത്രമാണ്. തേൻ ശേഖരിക്കാനും പോകാറുണ്ട്. അങ്ങാടിക്കടയിൽ കൊണ്ട് കൊടുത്ത് അവർക്ക് കൊടുത്താൽ അവരെ 1 ഗ്രാം 250 ഗ്രാമൊക്കെ 250 രൂപ 200 രൂപ. ഇപ്പോൾ ഞങ്ങൾ ഒരു പീസായിട്ട് ഇവിടെ കൊടുക്കുന്നു, ഞങ്ങൾക്ക് 100 രൂപയെ തരത്തുള്ളൂ. നിരവധി ആളുകളാണ് ഇഞ്ച വാങ്ങാനായി എത്തുന്നത്. അടവി ടൂറിസം കേന്ദ്രത്തിൽ എത്തുന്ന സഞ്ചാരികളുടെ ഒരു ലക്ഷ്യം ഇവിടെ നിന്നുള്ള ഇഞ്ച വാങ്ങുക എന്നതുകൂടിയാണ്. ശരീരത്തിനും ആരോഗ്യത്തിനും ഏറെ ഗുണകരമെന്നാണ് സ്ഥിരമായി വാങ്ങുന്നവരുടെ അഭിപ്രായം. പിന്നെ ഇത് റെയറായിട്ടേ കിട്ടാറുള്ളൂ. ഇവർക്കൊരു ഉപജീവന മാർഗ്ഗമാണ്. പിന്നെ നമ്മൾ ഈ വഴി റൂട്ട് പോകുമ്പോൾ കാണുവാണെങ്കിൽ മേടിക്കും. വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഉപയോഗിച്ചിട്ട് നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. എൻ്റെ കുഞ്ഞിനൊക്കെ ഉപയോഗിച്ചതാണ്. നല്ല പ്രൊഡക്റ്റാണ്. സാധാരണ ഇത് അപൂർവമായിട്ട് ഇങ്ങനെ കാണാറുള്ളൂ. കാട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇത് ഇഞ്ച കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് മേടിക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഗർഭിണിയായ സ്ത്രീകൾക്ക് ആയുർവേദ മരുന്നായും ഇഞ്ച ഉപയോഗിക്കുന്നുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നും വരെ നിരവധി ആളുകളാണ് ഓമനയെയും ഇഞ്ചയെയും തേടി എത്തുന്നത്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.